നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ കൂറ്റൻ മരം കടപുഴകി. അപകടം നടന്നത് പള്ളിക്കുന്നിൽ. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴക്ക്. കേന്ദ്ര അണുവിമുക്തി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ പുനഃസംസ്കരണവും അണുവിമുക്തമാക്കലും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ദേശീയ സെമിനാർ എം വിജിൽ MLA ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരിയിലെ കൃഷ്ണന് ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. സുമനസ്സുകളും ഭരണകൂടവും ഒത്തുചേർന്നപ്പോൾ ഒരുങ്ങിയത് സുരക്ഷയുടെ തണൽ. വാർത്തകൾ വിശദമായി. പള്ളിക്കുന്ന് ദേശീയപാതയിൽ കൂറ്റൻ മരം കടപുഴകി വീണു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴക്ക്. ഏറെ നേരത്തെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. പ്രവൃത്തി ദിവസം അല്ലാത്തതും വാഹനങ്ങൾ കുറവായതിനാലുമാണ് വൻ ദുരന്തം ഒഴിവായത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പള്ളിക്കുന്ന് നാഷണൽ ഹൈവേയിലാണ് വലിയ മരം കടപുഴകി വീണത്. തിരക്കില്ലാത്ത സമയമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. 12 മണിയോടെയായിരുന്നു കൂറ്റൻ മരം കടപുഴകി വീണത്. ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടത്തിയതിനാൽ ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാനായി. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഴുവനായും ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ അപകടകരമായ രീതിയിൽ മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നുണ്ട്. കാഴ്ചയിൽ മരത്തിന്റെ അപകടം മനസ്സിലാവാത്തത് വലിയ പ്രശ്നമുണ്ട്. പെട്ടെന്നുള്ള കാറ്റും നിർത്താതെ പെയ്യുന്ന മഴയും ഇനിയും അപകടങ്ങൾക്ക് വഴിവെക്കും. ചാലക്കുന്നിലും സമാന രീതിയിൽ മരങ്ങൾ ഇലക്ട്രിക് കമ്പികളിൽ വീഴാൻ പാകത്തിൽ നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അധികാരം പഞ്ചായത്തുകൾ വിനിയോഗിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കേന്ദ്ര അണുവിമുക്തി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ പുനഃസംസ്കരണവും അണുവിമുക്തമാക്കലും എന്ന വിഷയത്തിൽ 19ാമത് ദേശീയ സെമിനാർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നു. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹാളിൽ എം വിജിൽ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യരംഗത്തെ ഏറ്റവും സജീവപ്പെടുത്തുന്ന ഇടപെടലുകളുമായിട്ടാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അത് നിപ്പ വന്ന കാലഘട്ടത്തിൽ നാം കണ്ടതാണ്. അത് കോവിഡിന്റെ കാലഘട്ടത്തിലും വളരെ ഗൗരവത്തോടു കൂടി ലോകം തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ വാഷിംഗ്ടൺ പോസ്റ്റ് പോലുള്ള ലോകോത്തര മാധ്യമങ്ങളുടെ കേരളത്തെ കുറിച്ചുള്ള അഭിപ്രായത്തെ കുറിച്ചും കൂടി സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് എന്റെ വർത്തമാനം ആരംഭിച്ചു. മൈക്രോബയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആർ പ്രീത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SM സരിൻ, ബംഗളൂരു സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ SK രംഗരാജൻ, കേരള ഗവൺമെന്റ് സ്റ്റൈറൽ സർവീസ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് V മല്ലേശൻ എന്നിവർ സംസാരിച്ചു. വിവിധ സെഷനുകളിലായി നടന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. മാലിന്യ സംസ്കരണം റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്ക് സ്റ്റാർ പദവി നൽകുന്നു. പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗത്തിലാണ് തീരുമാനം. യോഗം ADM KK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് മികവ് പുലർത്തുന്ന റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്ക് സ്റ്റാർ പദവി നൽകുന്നു. ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗത്തിലാണ് തീരുമാനം. മാലിന്യ സംസ്കരണം ഫലപ്രദമാക്കാൻ റെസിഡൻസ് അസോസിയേഷനുകളുടെ പൂർണ്ണ പിന്തുണ വേണമെന്നും ADM KK ദിവാകരൻ പറഞ്ഞു. മലിനജലം കുടിവെള്ളത്തിൽ കലരാതിരിക്കാനും മഴക്കാല രോഗങ്ങളെ തടയാനുമുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാലിന്യ സംസ്കരണം, ഹരിതവൽക്കരണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്ക് ജില്ലാ ഭരണകൂടം സ്റ്റാർ പദവി നൽകും. മാലിന്യ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, ജൈവ അജൈവ മാലിന്യങ്ങളെ തരംതിരിക്കുക, ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി മാലിന്യം കൈമാറുക, മാലിന്യക്കൂനകൾ നീക്കം ചെയ്യുക, സൗന്ദര്യവൽക്കരണം നടത്തുക, നൂതന മാലിന്യ സംസ്കരണ മാതൃകകൾ നടപ്പിലാക്കുക തുടങ്ങിയ മാനദണ്ഡമാക്കിയാണ് സ്റ്റാർ പദവി നൽകുക. റെസിഡൻസ് അസോസിയേഷനുകളുടെ ജില്ലാ പ്രസിഡന്റ് R അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ TJ അരുൺ മുഖ്യാതിഥിയായി. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ PP രത്നാകരൻ എന്നിവർ പദ്ധതി വിശദീകരിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, ഫെറ വനിതാ വേദി ജില്ലാ പ്രസിഡന്റ് പങ്കജവല്ലി, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിൽ കൂറ്റൻ മരം കടപുഴകി. അപകടം നടന്നത് പള്ളിക്കുന്നിൽ. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴക്ക്.
കേന്ദ്ര അണുവിമുക്തി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ പുനഃസംസ്കരണവും അണുവിമുക്തമാക്കലും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ദേശീയ സെമിനാർ എം വിജിൽ MLA ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരിയിലെ കൃഷ്ണന് ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. സുമനസ്സുകളും ഭരണകൂടവും ഒത്തുചേർന്നപ്പോൾ ഒരുങ്ങിയത് സുരക്ഷയുടെ തണൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wayanad Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. ജനകീയ കൂട്ടായ്മയിൽ പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ നിർവഹിച്ചു. 2016-17 വർഷം PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ പീരിക്കാം തടം താമസിക്കുന്ന പാണച്ചിറമൽ കൃഷ്ണൻ എന്നിവർക്ക് വീടിനുള്ള ധനസഹായം അനുവദിച്ചത്. വീടിന് മുകളിലൂടെ ഹൈടെൻഷൻ ലൈൻ കടന്നുപോകുന്നതിനാൽ വീട് പണി പകുതിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലായിരുന്നു കൃഷ്ണൻ. ഇടിഞ്ഞു വീഴാറായ ഷെഡിൽ താമസിക്കുന്ന കൃഷ്ണന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ ജനപ്രതിനിധികളും നാട്ടുകാരും വീട് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. KSEB ലൈൻ മാറ്റി സ്ഥാപിക്കുകയും ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് വീട് പണി തുടരുകയും ചെയ്തു. 2022-23 വാർഷിക പദ്ധതിയിൽ ബ്ലോക്ക്, ജില്ലാ, ഗ്രാമപഞ്ചായത്ത് വിഹിതവും കേന്ദ്ര വിഹിതവും ഉപയോഗിച്ചാണ് വീട് പണി പൂർത്തീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ താക്കോൽ ദാനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമ സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നിത്യ AV, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MV രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K സുനിൽകുമാർ, ജിനേഷ് പച്ച തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മേലെ ചൊവ്വ മട്ടന്നൂർ എയർപോർട്ട് ഹൈവേയിൽ വലിയന്നൂർ കാനന്നൂർ കമ്പനിക്കും ഏഷ്യൻ പെയിന്റ്സ് ഗോഡൌണിനുമിടയിൽ വെള്ളം കയറി. കോർപ്പറേഷൻ അധികൃതരെത്തി ഓടകൾ വൃത്തിയാക്കിയതിനു ശേഷം പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായി.
നിർത്താതെ പെയ്ത മഴയിൽ നാട് മുഴുവൻ വെള്ളക്കെട്ട് ഭീഷണി നേരിടുകയാണ്. ഓടകൾ വൃത്തിയാക്കാത്തതും ദേശീയപാതാ വികസനത്തിനായി അശാസ്ത്രീയമായി നിർമ്മിച്ച ഡ്രെയിനേജ് സംവിധാനവുമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് നിൽക്കാൻ കാരണം. വലിയന്നൂരിലും സംഭവം മറിച്ചല്ല. ഇടതടവില്ലാതെ പെയ്ത മഴയിൽ സമീപത്തെ ഓടകൾ മാലിന്യം നിറഞ്ഞതാണ് ഇത്തരത്തിലൊരു ഭീകരാവസ്ഥ സൃഷ്ടിക്കാൻ കാരണം. ചക്കരക്കൽ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോർപ്പറേഷൻ അധികൃതർ എത്തിയാണ് സ്ഥലത്തെ ഭീകരാവസ്ഥ മനസ്സിലാക്കിയത്. തുടർന്ന് കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളെത്തി ഓടകളിൽ അടിഞ്ഞ മാലിന്യം വൃത്തിയാക്കി. തുടർന്നാണ് ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായത്. നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. മുഴപ്പിലങ്ങാട് വെള്ളം കയറിയ പ്രദേശങ്ങൾ ADM KK ദിവാകരൻ സന്ദർശിച്ചു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ NH അധികൃതർക്ക് നിർദ്ദേശവും നൽകി. ഇതേ തുടർന്ന് ദേശീയപാതയിലെ സർവീസ് റോഡ് കുത്തിപ്പൊളിച്ചു. വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമായി. വെള്ളം കയറിയ പ്രദേശം ADM KK ദിവാകരൻ വ്യാഴാഴ്ച ഉച്ചയോടെ സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത T, വാർഡ് മെമ്പർ അഫ്സൽ മാസ്റ്റർ എന്നിവർ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വിവരിച്ചു. ദേശീയപാത അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അധികൃതർക്ക് ADM നിർദ്ദേശം നൽകി. തുടർന്ന് ചാല് കീറി വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചു. പുതിയ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇവിടെ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പ്രദേശത്തെ സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് വെള്ളക്കെട്ട് രൂക്ഷമാവാൻ ഇടയാക്കിയത്. കണ്ണൂരിൽ 2 പേരെ കാപ്പ ചുമത്തി നാടുകടത്തി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ 2 പേരെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. പാനൂർ മേലെ പൂക്കോത്ത് V സിൽജിത്ത്, പന്നന്നൂരിലെ PK അനിൽകുമാർ എന്നിവരെയാണ് നാടുകടത്തിയത്. 1 വർഷം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിനാണ് വിലക്ക്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പന്ന്യന്നൂർ, പാനൂർ സ്വദേശികളായ യുവാക്കളെയാണ് കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം കാപ്പ പ്രകാരം നാടുകടത്തിയത്. പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ V സിൽജിത്ത്, PK അനിൽകുമാർ എന്നിവരെയാണ് നാടുകടത്തിയത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPSന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ റേഞ്ച് DIGയുടെ ഉത്തരവ് പ്രകാരമാണ് നാടുകടത്തൽ നടപടി. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിനും ജില്ലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും പ്രതികളെ 1 വർഷത്തേക്ക് തടഞ്ഞുകൊണ്ടാണ് ഉത്തരവായത്. നിരന്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നവർക്കെതിരെയും ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെയും കണ്ണൂർ സിറ്റി പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5455 രൂപ, പവന് 43,640 രൂപ, വെള്ളി 74 രൂപ. അറിയിപ്പ്. കാറൊടുക്ക പഞ്ചായത്തിൽ ഒഴിവ്. ഗ്രാമപഞ്ചായത്ത് വസ്തുനികുതി പരിഷ്കരണത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ സംബന്ധിച്ച വിവരശേഖരണം, ഡാറ്റ എൻട്രി എന്നിവ നടത്തുന്നതിനായി പോളി ഡിപ്ലോമ, സിവിൽ ഓർ ITI, സിവിൽ ITI സർവേയർ യോഗ്യതയുള്ളവരെ താൽക്കാലികമായി നിയമിക്കുന്നു. കാറൊടുക്ക പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന. 14-നകം അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 049942600049. ഡാറ്റ എൻട്രി ക്ലർക്ക് ഒഴിവ്. നീലേശ്വരം. വസ്തുനികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നഗരസഭാ പരിധിയിലെ കെട്ടിടങ്ങളുടെ വിവരശേഖരണത്തിനും ഡാറ്റ എൻട്രിക്കുമായി ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. 40 വയസ്സിൽ താഴെയുള്ള ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ITI ഡ്രാഫ്റ്റ്മാൻ, സിവിൽ ITI സർവേയർ എന്നിവയിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്കാണ് അവസരം. അഭിമുഖം 10-ന് രാവിലെ 11-ന് നഗരസഭ അനക്സ് ഹാളിൽ. സൈക്കോളജി അപ്രന്റീസ് ഒഴിവ്. മഞ്ചേശ്വരം PGM ഗവൺമെന്റ് കോളേജിൽ സൈക്കോളജി അപ്രന്റീസിന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം 12-ന് രാവിലെ 11-ന്. ഫോൺ നമ്പർ 9188900214. ഗസ്റ്റ് ലെക്ചർ നിയമനം. കണ്ണൂർ ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ജേർണലിസം ഗസ്റ്റ് ലെക്ചറെ നിയമിക്കും. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തവർക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം 12-ന് രാവിലെ 10:30-ന് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0497274617. കണ്ണൂർ അഴീക്കോട് മണ്ഡലം മത്സ്യഫെഡ് ഫിഷറേറ്ററിൽ മൊബൈൽ മാർട്ട് എന്ന അന്തിപ്പച്ച വാഹനത്തിലേക്ക് സെയിൽസ് വുമൺ കം ബില്ലിംഗ് തസ്തികയിൽ ജീവനക്കാരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാപ്പിള ബേ ഫിഷറീസ് കോംപ്ലക്സിലുള്ള മത്സ്യഫെഡ് ജില്ലാ ഓഫീസിൽ 11-ന് രാവിലെ 10:30-ന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 12-ന് പുന്നമട കായലിൽ നടത്താൻ തീരുമാനം. ആലപ്പുഴ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വെള്ളിയാഴ്ച ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്.
ഫാഷൻ ഡിസൈനിങ്ങിൽ പ്രവേശനം. തൊട്ടട ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ഡുവൽസറ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ്സ് ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ജൂലൈ 31-നകം www.polyadmission.org/GIFD യിലൂടെ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷകർ പ്രവേശനം പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തണം. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപ. SC/ST വിഭാഗക്കാർക്ക് 50 രൂപ. അടിസ്ഥാന യോഗ്യത SSLC. ഉയർന്ന പ്രായപരിധിയില്ല. സർക്കാർ അംഗീകരിച്ച സംവരണ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പ്രവേശന നടപടികൾ. SC/ST സംവരണത്തിനും മറ്റ് ആനുകൂല്യത്തിനും അർഹതയുള്ളവർ അർഹതാ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയ ശേഷം അപേക്ഷിക്കണം. അസൽ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. ഒന്നിൽ കൂടുതൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0497283526 9495787669. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇന്നുകൂടി ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ സാധ്യത. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തീരദേശ മലയോര മേഖലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരും. കാലവർഷക്കാറ്റ് ദുർബലമാകുന്നതിനാൽ നാളെ മുതൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. നാളെ മുതൽ ഒരു ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. അതേസമയം അപകട സാധ്യതാ മേഖലകളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു വരികയാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ കൂറ്റൻ മരം കടപുഴകി. അപകടം നടന്നത് പള്ളിക്കുന്നിൽ. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴക്ക്. കേന്ദ്ര അണുവിമുക്തി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ പുനഃസംസ്കരണവും അണുവിമുക്തമാക്കലും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ദേശീയ സെമിനാർ വിജിൽ MLA ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരിയിലെ കൃഷ്ണന് ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. സുമനസ്സുകളും ഭരണകൂടവും ഒത്തുചേർന്നപ്പോൾ ഒരുങ്ങിയത് സുരക്ഷയുടെ തണൽ. ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.